നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേക്ക് മേക്കിംഗ്. സാധാരണ പ്ലം കേക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ സ്പഞ്ച് കേക്കിന് മേൽ വെറൈറ്റി ആയിട്ടുള്ള പേസ്ട്രികൾ പല വിധത്തിലുള്ള രുചിയോടെയും ഡിസൈനോടെയും നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. രുചിയും ഭംഗിയും കൂടുന്നത് കൊണ്ട് തന്നെ അതിന് വിലയും കൂടുതലാണ്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഇത്തരം കേക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടാ? അല്ലെങ്കിൽ ഈ കേക്ക് നിർമ്മാണം പഠിച്ച് ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തിക്കൂടാ? അതിന് നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയവും മികവുറ്റതുമായ കേക്ക് മേക്കിംഗ് ആൻഡ് ഡിസൈനിങ് കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് ക്രൗൺ തിയേറ്ററിന് സമീപത്തുള്ള കൽപ്പക ബിൽഡിംഗിലെ ക്വീൻ ഷെഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടുത്തെ കേക്ക് മേക്കിങ്ങും കേക്കിൽ പല വിധത്തിലുള്ള ഡിസൈനുകൾ ചെയ്യുന്നതിന്റെയും വീഡിയോയാണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ബേക്ക് ചെയ്തെടുത്ത സ്പഞ്ച് കേക്കിൽ വിപ്പിംഗ് ക്രീം പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് കേക്കിന്റെ ടേസ്റ്റ് അനുസരിച്ച് പലതരം ക്രീമുകൾ ഒഴിക്കും. ഫ്രൂട്ട് പ്യൂരി ഗ്ലേസ്, ചോക്ലേറ്റ് ട്രഫിൾ തുടങ്ങിയവയാണ് ഡിസൈനിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പുറമെ വാങ്ങാൻ ലഭിക്കുന്നതാണ്. വളരെ സൂക്ഷ്മതയും കലാബോധവും വേണ്ട ഒരു പണിയാണ് ഇത് എന്ന് തോന്നുമെങ്കിലും അല്പം ശ്രദ്ധയോടെ ഇത് പരിശീലിച്ചാൽ ആർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ഡിസൈനുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. ഇന്നിപ്പോൾ ഓരോ ഒക്കേഷനും അതിന് ചേരുന്ന രീതിയിൽ കേക്കുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ട്രെൻഡാണുള്ളത്. ഗ്രീൻ ഷെഫ് നടത്തുന്ന കോഴ്സുകളെ പറ്റി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഗ്രീൻ ഷെഫിനെ പറ്റി അതിന്റെ എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫ് മാഷിദ ഷമീർ. ഇതിലിപ്പം ചെയ്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് ചെയ്തത് ട്രഫിൾ കേക്കാണ്. ട്രഫിളിൽ വൈറ്റ് ലേപ്പേർഡ് ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് വാൻജോ, മോഡേണൈസ്ഡ് വാൻജോ മീൻസ് വാൻജോന് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളതുണ്ട്. അതാണ് ഇത്, ഒതൻറ്റിക് ആയിട്ടുള്ള വാൻജോ ആണ് ഇത്. കാരണം കളർ അങ്ങനെ വരുള്ളൂ. ക്രീമിൽ വൈറ്റ് ഗനാഷിൽ ഡാർക്ക് ഗനാഷിന് ഡിസൈൻ അങ്ങനെ വരാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും കേക്കുകൾ പലതായിട്ട് ഇഷ്ടപ്പെടുന്നത് മീൻസ് അട്രാക്ഷനാണ് കേക്കിൽ വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള മോഡേണൈസ് വാൻജോ ആണ് ഇത്. ഇതും അതുപോലെ തന്നെ കേക്ക് ലേപ്പേർഡ് കേക്കിൽ ട്രഫിളിൽ ലേപ്പേർഡ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതതുപോലെ തന്നെ മാംഗോ മീൻസ് മാംഗോൻ്റെ ഫ്ലേവറൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, ഫ്രൂട്ട് കേക്ക്സുകൾ. അപ്പോൾ ഇത് മാംഗോ ഫ്രൂട്ട് കേക്ക്സ് ആണ്. അതിൽ ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒക്കെ ചോക്ലേറ്റ് ട്രഫിളിന് പൊതുവേ വരാറുള്ളത് ചോക്ലേറ്റിന് സ്പഞ്ച്, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ചോക്ലേറ്റ് ഗനാഷ് ലെയർ ചെയ്യും. പിന്നെ ഡിസൈനിൽ മേലെ വരുന്നത് എന്തായാലും ചോക്ലേറ്റ് ട്രഫിളായിരിക്കും.
അതാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്നത്. അതിന് ചോക്ലേറ്റ് സ്പഞ്ച് എന്നാണ് വേണ്ടത്. പിന്നെ നെക്സ്റ്റ് ലിയോപാഡ് എങ്ങനെ പ്രിൻ്റൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഷെഫ് എക്സ്പ്ലെയിൻ ചെയ്തു തരും എങ്ങനെയാണെന്നുള്ളത്. ലെപ്പേർഡ് പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂട്രൽ ഗ്ലേസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ലൂസ് ചെയ്തിട്ട് പാലറ്റ് നൈഫിൽ വെച്ചിട്ട് പാലറ്റ് നൈഫ് ട്രഫിൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സ്പഞ്ച് ഫുൾ കോട്ടിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ട്രഫിൾ ഒഴിച്ച് കഴിഞ്ഞേയും അതിൻ്റെ മുകളിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെപ്പേർഡ് പ്രിൻറ്റിൻ്റെ ന്യൂട്രൽ ഗ്ലേസ് എടുക്കേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രൽ ഗ്ലേസ് കളർ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്വൈപ്പ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഈ ചോക്ലേറ്റ് ഗാർണിഷൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യൽ? ചോക്ലേറ്റ് ഗാർണിഷെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് ഓരോരോ കോമ്പൗണ്ടിനനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചറെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു ഡിസൈനിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വളച്ചിട്ടും ഒടിച്ചിട്ടും കട്ട് ചെയ്തിട്ട് എല്ലാം എടുക്കാൻ പറ്റും. അതിന് ടെമ്പറേച്ചർ വേരിയേഷൻ നോക്കുകയാണെങ്കിൽ ഗ്ലേസിങ്ങും നന്നായിട്ട് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും കളേഴ്സ് എല്ലാം എഡിബിൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് എഡിബിൾ കളേഴ്സ് പല വിധത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ എഡിബിൾ കളേഴ്സ് മേടിക്കുന്ന സമയത്ത് ഹൈജീൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, അതായത് വിൽട്ടൻ്റെത്, അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അധികം കേക്കിൽ നമ്മുടെ ക്യൂൻ ഷെഫിൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതിനടുത്ത് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും പറയും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കളേഴ്സ്. ഇപ്പോഴത്തെ ട്രെൻഡി കേക്ക്സ് എന്ന് പറഞ്ഞാണെങ്കിൽ കേക്ക്സ് ഇപ്പം എന്താ പറയുക, കോഴിക്കോട് സിറ്റി ഇതിനു മുന്നേ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു കോഴിക്കോട് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് സമയം മീൻസ് ഒരു 2 മാസം മുന്നേ വന്നതായിരിക്കില്ല പിറ്റത്തെ മാസം കാണുന്നതെന്നല്ല. അതുപോലെയാണ് നമ്മുടെ കേക്കിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏതാണോ മാർക്കറ്റിൽ ഏറ്റവും നല്ല കേക്ക് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ അതായിരിക്കണം എന്നില്ല. അത്രയും ഹോം ബേക്കേഴ്സ് ഇതിനെ വല്ലാണ്ട് അങ്ങ് കുതിച്ചുയർത്താണ് കേക്കിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന രീതികളും എല്ലാം. അവരുടെ ഐഡിയാസ് മാക്സിമം ഇതിലേക്ക് വേണ്ടിയിട്ടാണ് അവരതിൻ്റെ ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.